നന്ദി ടിയോ. അടുത്തതായി മറുമൊഴിക്കായി ശ്രീ ജിതേഷ് വേങ്ങൂരിനെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ യോഗ അധ്യക്ഷൻ, ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അഡാട്ട് മാഷ്, ഏറ്റവും സ്നേഹമുള്ള രാവണി മാഷ്, സാജിപോൾ MLA, മുൻ MLA സാജിപോൾ, അതുപോലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇവിടെ ബാബു ചേട്ടനുണ്ട്, അഷ്റബാവുണ്ട്, കാലടി എസ് മുരളീധരനുണ്ട്, ജയകുമാർ ഏട്ടനുണ്ട്, അങ്ങനെ എല്ലാവരും പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതരെ, മൂന്നാമത്തെ പുസ്തകത്തിൻ്റെ ഈ പ്രകാശനവേളയിൽ നിൽക്കുമ്പോൾ ഒരുപാട് പേരോട് ഇതിൻ്റെ പേരിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്. 15 വർഷം മുമ്പ്, ഏകദേശം 15 വർഷം മുമ്പ് ആരംഭിച്ച എഴുത്ത് ജീവിതം പലപ്പോഴും നിന്നും ഇഴഞ്ഞും ഓടിയും ഒക്കെയാണ് ഞാൻ പൂർത്തിയാക്കിയത്. ഇതിൽ ഓരോ തവണ നിൽക്കുമ്പോഴും നമ്മളെ പിന്നിൽ നിന്ന് തള്ളാൻ, മുന്നിൽ നിന്ന് വലിക്കാൻ ആരൊക്കെയോ ഉണ്ടായിരുന്നു. അത് വ്യക്തികളാകാം, സംഘടനകളാകാം, സ്നേഹ കൂട്ടായ്മകളാകാം, എല്ലാം ഞാൻ ഇടപെടുന്ന മേഖലയിലെ ഓരോരുത്തരും അതിന് ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം. അതെനിക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. വാക്കുകൾ കൊണ്ടും വായന കൊണ്ടും ഈണം കൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് ഇങ്ങനെയുള്ള എഴുത്ത് പരിപാടികൾക്കിടയിൽ, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കിടയിൽ, ഇപ്പോൾ പല മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന വീട്ടുകാരോട്, കുടുംബത്തിനോട് തന്നെയാണ് ആദ്യമായിട്ട് നന്ദി പറയുന്നത്. ഞാൻ വളരെ കുറച്ച് വീട്ടിൽ കയറുന്ന ആളാണ്. അപ്പോൾ വീട്ടിൽ പല ആവശ്യങ്ങൾക്കും പോകാൻ സാധിക്കാത്ത ആളാണ്, വീട്ടുകാരുടെ കൂടെ പോകാൻ സാധിക്കാത്ത ആളാണ്. അവരെ പലപ്പോഴും 2 വണ്ടി ഉണ്ടായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വിടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഇതിൽ സഹിച്ചിരിക്കുന്നതും സപ്പോർട്ട് ചെയ്തിരിക്കുന്നതും വീട്ടുകാർ തന്നെയാണ് ആദ്യം. അപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യം എനിക്ക് ചേർത്ത് പിടിക്കാനുള്ളത് അവരെ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഓരോ സമയത്ത് വർക്ക് ചെയ്ത വിദ്യാലയങ്ങൾ, എല്ലാ സ്കൂളിലും വർക്ക് ചെയ്ത എല്ലാ വിദ്യാലയങ്ങളും, ആദ്യ വിദ്യാലയം മുതൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കിഴക്കമ്പലം സെൻറ് ആൻ്റണീസ് LP സ്കൂൾ വരെ ഉള്ള വിദ്യാലയങ്ങളിൽ എല്ലാവരും ഈ എഴുത്തിൽ വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഓരോ തവണ അംഗീകാരങ്ങൾ നേടുമ്പോഴും കവിതകൾ അവാർഡുകൾക്ക് അല്ലെങ്കിൽ മത്സരങ്ങൾക്ക് അയച്ചു കൊടുത്തും, പറയാതെയും പറഞ്ഞു അയച്ചു കൊടുത്തും, അയക്കാൻ നിർബന്ധിച്ചും എഴുതാൻ നിർബന്ധിച്ചൊക്കെ കൂടി നിൽക്കുന്ന വിദ്യാലയങ്ങൾക്ക് വലിയ നന്ദിയും കടപ്പാടും എനിക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ കവിത അവതരിപ്പിച്ച് തുടങ്ങിയ നമ്മുടെ സുവർണരേഖയും ആശാൻ സാഹിത്യവേദിയും കോടനാട് സർഗവേദിയും ഇപ്പോൾ ഏറ്റവും പുതിയ KL44 വരെയുള്ള സംഘടനകൾ. ഇതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കവിത ഏകദേശം 2017-18 കാലഘട്ടങ്ങളിൽ കവിത എഴുത്ത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഒരു 2-3 വർഷം ഒന്നും എഴുതാതെ കടന്നു വന്ന സമയത്ത് പെട്ടെന്നാണ് രാവണി മാഷ് പിടിച്ച് കാവ്യശികയുടെ പെരിയാർ ഗ്രൂപ്പിൻ്റെ പ്രസിഡൻ്റായിട്ട് എന്നോട് ചോദിക്കാതെ കൊണ്ടുപോയി അതിനകത്ത് വച്ചത്. സത്യം പറഞ്ഞാൽ ഈ പുസ്തകം ഇപ്പോൾ വരാൻ തന്നെ കാരണം അതാണ്. ഇപ്പോൾ ആദ്യം നമ്മുടെ മുൻ MLA സാജിപോൾ പറഞ്ഞ പോലെ അത്യാവശ്യം കൃഷിയും മൃഗപരിപാലനവും സ്നേഹമൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൽ നിന്ന് മാഷാണ് വലിച്ചെന്നെ വീണ്ടും എഴുത്തിലേക്ക് ഇട്ടത്. അവിടെ നിന്ന് തുടങ്ങിയ പ്രചോദനമാണ് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വേദികളിൽ ഒരുപാട് കവിത ചൊല്ലാൻ അവസരങ്ങൾ തന്ന്, കവിത എഴുതാൻ, കാവ്യശിക കവിത കീറി മുറിച്ച് പരിശോധിച്ച് അഭിനന്ദിച്ച് വിമർശിച്ച് ഏറ്റവും നന്നായിട്ട് കവിതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പ് ചേർന്നതുകൊണ്ട് രണ്ടാമത്തെ എഴുത്ത് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരാൻ സാധിച്ചു. അങ്ങനെ ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് നമ്മുടെ ഈ മഴയത്ത്, നമ്മുടെ മഴ ഒന്നുമല്ല. അപ്പോൾ ഇന്നലെ വിളിക്കുമ്പോൾ ഓരോരുത്തരും വിളിക്കുമ്പോൾ എനിക്കറിയാം അവിടുത്തെ മഴയുടെ ശക്തി എന്താണ്. അപ്പോൾ ആ മഴയത്തും വണ്ടി ഓടിച്ചും ട്രെയിനിലും ബസ്സിലൊക്കെ മാഷൊക്കെ ഇന്നലെ രാത്രി നിന്നാ വന്നതെന്ന് പറഞ്ഞത്.
ഇപ്പോൾ ട്രെയിനിൽ രാവണി മാഷും ജയകുമാരേട്ടനൊക്കെ. അപ്പോൾ അവർ വന്നപ്പോൾ സമയം ഏതാണ്ട് 12:45 ഒക്കെ ആയിട്ടുണ്ടാവും, 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് അവർ ലാസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുള്ളതുകൊണ്ടാണ്, വായിക്കാൻ ആളുള്ളത് കൊണ്ടാണ്, കേൾക്കാൻ ആളുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ദാസേട്ടനെ പോലെ, വിനീത ടീച്ചറെ പോലെ, അനക്കിയെ പോലെയൊക്കെ ഉള്ളവർ ചൊല്ലിത്തന്ന് നമ്മളങ്ങനെ പ്രചോദിപ്പിക്കുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എഴുതാൻ തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട കുറേ സംഘടനകൾ എൻ്റെ നാട്ടിലുണ്ട്. എൻ്റെ സ്വന്തം ലൈബ്രറി കലാനികേതൻ വായനശാല, ഇപ്പോൾ സാജിപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള വായനശാല ആണ് അതിലൊന്ന്. പിന്നെ ഞങ്ങളുടെ സ്വന്തം SNDP ശാഖ, അരുവപ്പാറ ശാഖ, അതുപോലെ എൻ്റെ ഗ്രാമം വാട്സപ്പ് കൂട്ടായ്മ, കൊറോണ കാലത്ത് തുടങ്ങിയ കലാ സാംസ്കാരിക കൂട്ടായ്മ, വാട്സപ്പിൽ തുടങ്ങിയ കൂട്ടായ്മ ഇന്ന് വിവിധ പരിപാടികളായിട്ട് അതും, അങ്ങനെ ഒരുപാട് നാട്ടിലെ ചെറിയ ചെറിയ ഇടങ്ങൾ, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ കമ്മിറ്റികൾ, പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റി, അങ്ങനെയുള്ള ലൈബ്രറി കൗൺസിൽ, നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സംഘടനകളുടെയും വ്യക്തികളുടെയും പിൻബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിൽ അവരെല്ലാം നന്ദി എന്ന വാക്ക് മാറ്റി സ്നേഹം എന്ന വാക്കുകൊണ്ട് ഞാൻ അഭിസംബോധന ചെയ്യുകയാണ്. തുടർന്നുള്ള എൻ്റെ വഴികളിൽ എല്ലാവരും ഇതുപോലെ തള്ളായിട്ടും വലിയായിട്ടും താങ്ങായിട്ടും ഒക്കെ ഉണ്ടാകുമെങ്കിൽ ഞാൻ ഇതുപോലെയൊക്കെ തന്നെ ഇവിടെ കാണും എന്ന് ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രകാശന ചടങ്ങിൽ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും, ഏറ്റവും പ്രിയപ്പെട്ട അഡാറ്റു മാഷിന്, ഏറ്റവും തിരക്കുള്ളൊരു മനുഷ്യനാണ്. എൻ്റെ ആദ്യത്തെ പുസ്തക പ്രകാശനം ഉദ്ഘാടനം ചെയ്തത് മാഷ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് മാഷ് എന്ന ഈ പുസ്തകവും ആ പ്രകാശനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാഷിനെ തന്നെ വിളിച്ചത്. അപ്പോൾ മാഷ് അത് വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു. അതുപോലെ പ്രകാശനം ചെയ്യുന്നത് രാവണി മാഷ് തന്നെയായിരിക്കണം എന്ന് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ മാഷും വലിയ തിരക്ക്, ഇപ്പോൾ ഇടവപ്പാതി ക്യാമ്പ് മലപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ മാഷ് നിൽക്കേണ്ടയാളാണ്. അതിൽ പകുതിക്കിട്ട് ഓടി വന്നതാണ് ഇന്നലെ രാത്രി. അപ്പോൾ മാഷ്, അതുപോലെ ജയകുമാരേട്ടൻ, തൃശ്ശൂരിൽ നിന്ന് ഞാൻ വന്നതിന് മുമ്പ് ഞാൻ രാവിലെ ഇവിടെ വന്ന് വണ്ടി ഇറങ്ങുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നവരോട് ഇവിടെ ഉണ്ട്, ഹോളിലുണ്ട്. അപ്പോൾ ചാക്കോ മാഷും രേഖേച്ചിയും അതുപോലെ ഒരു ടീം രാവിലെ തന്നെ വന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെ നമ്മുടെ ജിനൽ മാഷ്, ഏങ്ങണ്ടൂർ മാഷ് ഒക്കെ അതിൻ്റെ പിന്നാലെ അവരും സപ്പോർട്ടായിട്ട് എത്തി. അപ്പോൾ ദൂരവും കാലവും ഒന്നും പ്രശ്നമല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഈ പെരുമഴയത്ത് മഴയുടെ സാന്നിധ്യത്തിൽ പെയ്തു നിറയുമ്പോൾ പ്രകാശനം ചെയ്യുന്ന ഈ വേദിയിൽ സാന്നിധ്യമായിട്ട് എത്തിയ, സ്നേഹം കൊണ്ട് എത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ നന്ദി പറയുന്ന ആൾ എത്തിയിട്ടില്ല. പലരും മഴയത്ത് വിട്ടുപോയതാണ് ഇതിനകത്ത്, എല്ലാവരും നമ്മുടെ നാട്ടുകാരല്ല. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും, എല്ലാവരുടെയും പേരിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അതുപോലെ ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരാളാണ് മനോജ് ചേട്ടൻ. മനോജ് പൊങ്കോല എന്തായാലും വരുമെന്ന് പറഞ്ഞാണ്. അത് അദ്ദേഹത്തിന് രാവിലെ അളിയന് ഹോസ്പിറ്റൽ കേസ് വന്നുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നതാണ്. അപർണ ആരുഷി തോട്ടുമുഖം വരെ വന്നതാണ്, പെട്ടെന്ന് സുഖമില്ലാതെ തിരിച്ചു പോയതാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ ഒരുപാട് പേര് കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി, സ്നേഹം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാളാണ് നമ്മുടെ കുഞ്ഞു ടീച്ചർ ശ്യാമിലി. ഇപ്പോൾ BEd കഴിഞ്ഞ് നേരെ അധ്യാപനത്തിലേക്ക് ചുവട് വെച്ച ആളാണ്. നമുക്ക് ഈ വലിയ ആളുകളോട് എല്ലാവരോടും പറയുമ്പോൾ ഇത് ആങ്കർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർ അയ്യോ മാഷേ ഞാൻ ചെയ്ത അവർക്കൊരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ശ്യാമിലിയോട് ആകുമ്പോൾ നീ ചെയ്യടിയെന്ന് ധൈര്യമായിട്ട് പറയാം, നീ ചെയ്തോളണം എന്ന് പറഞ്ഞു. ഞാൻ വേറെ ചെയ്യാമോ എന്ന് ചോദിച്ചില്ല. അപ്പോൾ ശ്യാമിലി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ രാവിലെ തന്നെ 9 മണിക്ക് തന്നെ എത്തിയ ആളാണ് ശ്യാമിലി. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ശ്യാമിലി ഏറ്റവും സ്നേഹത്തോടെ ശ്യാമിലിക്ക് പരിപാടിയിൽ ആദ്യ അവസാനം ഇവിടെ നിന്നുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കുകയും എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്ത് ശ്യാമിലിക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയെ മനോഹരമാക്കിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.